തമിഴ്നാട്ടിൽ എവിടെയൊക്കെയോ പോയി. അത് കഴിഞ്ഞ് ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിലെത്തി കണ്ടു, ഇതാ പിടിച്ചു എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആട് കിടന്നെടുത്ത് ഒരു പൂട പോലും ഇല്ല എന്ന മട്ടിലായിരുന്നു കാര്യങ്ങൾ. അവിടെ രാഹുൽ മാങ്കൂട്ടത്തില് ഉണ്ടായിരുന്നില്ല. ആ കേസും അതിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഒക്കെ അങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് രണ്ടാമതൊരു പരാതി ഉണ്ടാവുന്നത്. അതിലെ പരാതിക്കാരി ബാംഗ്ലൂരിലുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി നാട്ടിലെത്തിയപ്പോ അവിടെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തില് അവരെ കാണുന്നു. അവരെ നഗരത്തിൽ നിന്ന് അകലെയുള്ള ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോകുന്നു. പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശ്വസിച്ച് അയാളുടെ കൂടെ പോകുന്നു. അവിടെ വെച്ച് മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. പക്ഷെ ഈ പരാതി KPCC പ്രസിഡന്റിനാ വന്നത്. നേരത്തെയുള്ള പരാതി മുഖ്യമന്ത്രിക്കാ പോയത്. ഇത്തവണ KPCC പ്രസിഡന്റ് അദ്ദേഹം അത് വെച്ച് താമസിപ്പിച്ചില്ല. ഉടനെ തന്നെ DGPക്ക് അയച്ചു. DGP ഉടനെ തന്നെ ആക്ഷൻ എടുത്തു. ഈ പരാതിക്കാരുടെ പേരൊന്നുമില്ല കേട്ടോ, അത്തരത്തിലുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും അതിനകത്തില്ല. അപ്പൊ തന്നെ നടപടിയെടുത്തു. ഇതിനിടയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിലും അറസ്റ്റ് തടഞ്ഞു. അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന വരേക്ക് അയാളുടെ അറസ്റ്റ് തടഞ്ഞു ഹൈക്കോടതി.